ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എൽ എഫ് ചാനലിലേക്ക് സ്വാഗതം. പേ ബാക്ക് എപ്പിസോഡ് 6ലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ ക്ഷണിക്കുന്നത്. 5ൽ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടു. നമ്മുടെ ഡയറക്ടർ ആർദ്ര റിവീൽ ആവുകയാണ്. ജയ്ക്ക് മനസ്സിലാവുകയാണ്, സണ്ണിന് മനസ്സിലാവുകയാണ് ജയ് തന്നെയാണ് ഡയറക്ടർ ആർദ്ര എന്നുള്ളത്. ദെൻ നമ്മുടെ 6 എപ്പിസോഡ് തുടങ്ങുന്നത് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ സൺ ഇങ്ങനെ അവൻ്റെ അമ്മയും അനിയനും മരിച്ചതിന് ശേഷം അവരുടെ ചാരം ഒഴുക്കിക്കൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അന്നത്തെ ദിവസം അവന് എന്തെങ്കിലുമൊക്കെ പണികൾ കിട്ടണം, കാരണം അവൻ്റെ കാശ് തിരിച്ചടയ്ക്കണമല്ലോ, ലോൺ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാശിന് അവൻ ഒരു ജോലി നോക്കുമ്പോഴത്തേക്കും ഒരു സ്ത്രീ, തെരുവിലുള്ള സ്ത്രീ ഒരു ജോലി കൊടുക്കുന്നത് ഒരു മാസ്കോട്ട്, റാബിറ്റിൻ്റെ മാസ്കോട്ട് ഇട്ടിട്ട് എല്ലാവരും എൻ്റർടൈൻ ചെയ്യാനാണ്. അങ്ങനെ അവൻ അതിനും റെഡി ആവുകയാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് ആ സീൻ നിൽക്കുകയാണ്. നമുക്ക് പിന്നെ ബാക്കി കാണാം. ദെൻ നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷനിലേക്ക് വരുവാണ്. അപ്പോൾ വീണ്ടും അവനൊരു മാസ്കോട്ട് ധരിക്കുന്നുണ്ട്. മനസ്സിലായോ? കഴിഞ്ഞ എപ്പിസോഡിൽ ചെറിയ ചെറിയ റോള് കൊടുക്കുവാൻ നമ്മുടെ കാജോൺ വേണ്ടാന്ന് പറയുമ്പോൾ ഇവൻ പറയില്ലേ എന്ത് റോളാണെങ്കിലും ഞാൻ എടുക്കാമെന്ന്. അങ്ങനെ അവൻ ആ മാസ്കോട്ട് ധരിക്കുന്ന സമയത്തേക്ക് ആ മാസ്കോട്ട് ടൈഗറിൻ്റെ ആയിരുന്നു. അപ്പം അത് ഫിറ്റാവാതെ വരുമ്പോഴത്തേക്കും അവന് റാബിറ്റിൻ്റെ കൊടുക്കും. റാബിറ്റ് ഓർത്ത് വെച്ചോളും. അങ്ങനെ അവനത് ഇടുകയാണ്. കാജോണിന് ഭയങ്കര സന്തോഷമാവും. അവൻ നന്നായിട്ട് തന്നെ അത് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവൻ കാജോണിനോട് ചോദിച്ചിട്ട് ആ മാസ്കോട്ട് ഇട്ടിട്ട് അവൻ നേരെ ജയുടെ അവിടേക്ക് പോവാണ്. അപ്പോൾ കുറച്ച് ഡ്രിങ്ക്സൊക്കെ ഉണ്ട്. അപ്പോൾ പറയും ഇത് ഡയറക്ടർ ആർദർക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് പറയും. അങ്ങനെ അവൻ അവരെയും പറ്റിച്ചിട്ട് നേരെ ഡയറക്ടർ ആർദറിൻ്റെ റൂമിലേക്ക് ചെല്ലും, ആ മാസ്കോട്ട് ഇട്ടിട്ട് തന്നെ. എന്നിട്ടപ്പോൾ നമ്മുടെ ആർദർ ചോദിക്കും എന്തായി, ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയോ ചോദിക്കും. അപ്പം ആർദർ കണ്ടിട്ടില്ല ആരാന്നുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ ജയ് പറയും ആ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടില്ല, പക്ഷെ നിങ്ങൾ ഫൂളാക്കിയിട്ടുള്ള ഒരു സണ്ണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഡയറക്ടർ ആർദർ എന്ന് പറയും. പെട്ടെന്ന് നമ്മുടെ ജയ് ഞെട്ടും. ജയ് ഞെട്ടണത് വേറൊന്നുമല്ല, ആ സൗണ്ട് അവന് പെട്ടെന്ന് മനസ്സിലാവും. കാരണം 5 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ആ മാസ്കോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ട സൗണ്ട്. അവൻ പറയും ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ഞാൻ ഏത് സൗണ്ട് കേട്ടാലും എനിക്കറിയാം, എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല, ആ മാസ്കോട്ടിൻ്റെ ഉള്ളിലെ സൗണ്ട് അത് തന്നെയാണോ എന്ന് അറിയാനാണ്. അപ്പം അവന് മനസ്സിലാവും. പെട്ടെന്ന് അവൻ പിടിച്ച് അവനെ ഹഗ് ചെയ്യും. അവന് ഭയങ്കര സന്തോഷമാവും. എന്നിട്ട് അവൻ പതുക്കെ അവനെ പിന്തിരിച്ച് കിടത്തിയിട്ട് അവൻ വന്നിട്ട്, കാരണം ടാറ്റു മാത്രമാണ് ജയ്ക്ക് 5 വർഷം മുമ്പ് ഉണ്ടായാലേ അറിയുള്ളൂ, കാരണം വേറൊന്നും അവനെ കണ്ടിട്ടില്ല. അപ്പോൾ ടാറ്റു നോക്കുമ്പോഴത്തേക്ക് ആ ടാറ്റു. അപ്പോൾ അവൻ പറയും ഞാൻ നിന്നെ ഫൂളാക്കിയിട്ടില്ല, നീയാണ് നിന്നെ തന്നെ ഫൂളാക്കിയത്, നീ ഒരു സ്റ്റുപ്പിഡായിരുന്നു, അല്ലെങ്കിൽ നിനക്ക് മനസ്സിലാക്കിക്കൂടെ ഞാനാണ് ഡയറക്ടർ ആർദർ എന്നുള്ളത്, എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കും. അപ്പോൾ അവന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് തേങ്ങയത് ഇവൻ പറയുന്നത്, ഇവനൊന്നും മനസ്സിലാവുന്നില്ല. കാരണം സണ്ണിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അന്ന് 5 വർഷങ്ങൾക്ക് മുമ്പ് ജയ് ആയിരുന്നു അവനെ അന്ന് ചെയ്തിരുന്നതെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ 5 വർഷം മുമ്പത്തെ കഥ വരികയാണ്. അതായത് നമ്മുടെ ഒരു രാത്രി എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് കുറേ പേര് ഇവനെ തല്ലാൻ വരുമ്പോഴത്തേക്കും സൺ അത് കണ്ടിട്ട് അവനെ തല്ലുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്താ വിചാരിക്കുക, സണ്ണ് ജയനെ രക്ഷപ്പെടുത്തി. പക്ഷെ ജയ ചോദിക്കുന്നത് ഇന്ന് എനിക്ക് രാത്രി ആകെ ഉണ്ടായിരുന്നൊരു ഫൺ അതായിരുന്നു, അത് നീ കളഞ്ഞില്ല, എൻ്റെ റെസ്പോൺസിബിലിറ്റി നീ ഏറ്റെടുക്കുക ചോദിക്കും. അപ്പോൾ അവൻ പറയും ഓക്കെ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിക്കും. അപ്പം ജയ പറയും ഇല്ല എന്നെ സന്തോഷിപ്പിച്ചാൽ മതി എന്ന് പറയും. അപ്പം സൺ പറയും ശരി, അങ്ങനെയാണെങ്കിൽ ഒരാണിനെ നിന്നെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ ചോദിക്കും. അപ്പോഴത്തേക്കും ജയ് പറയും പറ്റും പറയും. പിന്നെ അവർ തമ്മിലുള്ള റിലേഷനാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇവൻ കുറേ കരയുന്നുണ്ട്. ആ കരച്ചിൽ കാണുമ്പോഴാണ് നമ്മുടെ ജയ്ക്ക് വിഷമമാവുന്നത്. അപ്പോൾ ജയ് ചോദിക്കുന്നുണ്ട് എന്തിനാന്ന് ചോദിക്കുമ്പോൾ അവൻ മിണ്ടുന്നില്ല. അവൻ ഇങ്ങനെ ഭയങ്കര അറോഗൻ്റായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അവൻ്റെ ടാറ്റു അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കാണുന്നുണ്ട്. ആ ടാറ്റു അവൻ ഓർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ് ചോദിക്കുമ്പോൾ അവനൊന്നും പറയുന്നില്ല, അവൻ അറിയില്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അവൻ്റെ നമ്മുടെ ജയുടെ കയ്യിനൊരു പരിക്കുണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ജയ് ഇങ്ങനെ സണ്ണിനോട് പറയുന്നുണ്ട് വാ നമുക്ക് കുറച്ച് നേരം കൂടി സംസാരിക്കാൻ നോക്കിയിട്ട് അവനെ വിളിക്കുമ്പോഴത്തേക്കും അവൻ പറയും ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറേ കാശ് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയും. അതിന് മുമ്പ് തന്നെ ഈ കർമ്മ എന്താണെന്നുള്ളത് അവൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യം ജയുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത്. സോ ജയ് കംപ്ലീറ്റ്ലി കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ്. സണ്ണാണെങ്കിൽ കർമ്മയിൽ വിശ്വസിക്കേണ്ടി വന്നു അവൻ്റെ ജീവിതം കൊണ്ട്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് അവർ ആ ഒരു 5 വർഷം മുമ്പ് കണ്ടിട്ടുള്ളത്. എന്നിട്ട് സണ്ണ് അവിടെ നിന്ന് പോവുകയാണ്. പിന്നാലെ തന്നെ ജയും പോകും. പക്ഷേ സണ്ണ് പോയത് എവിടേക്കാണെന്ന് മനസ്സിലാവില്ല. അങ്ങനെ ആ സ്റ്റോറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജയ് ഭയങ്കര ഹാപ്പി ആവുകയാണ് സണ്ണിൻ്റെ അടുത്ത്. അപ്പോൾ സൺ ചോദിക്കുകയാണെങ്കിൽ നീ ഭയങ്കര തമാശിച്ചില്ലേ എന്നെ വെച്ചിട്ട് ചോദിക്കുമ്പോൾ ഇവൻ പറയും പിന്നെന്താ വലിയ ബോറിംഗ് ഒന്നും ആയിരുന്നില്ല പറയും. അപ്പം നമ്മുടെ സൺ പറയും ഓക്കെ അങ്ങനെ ബോറിംഗ് ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒരു മാസം പറ്റിച്ചതല്ലേ, ഒരു സിഗരറ്റിന് 2 ലക്ഷം ചോദിച്ച ആളല്ലേ, എന്നെ ഇത്രയും പറ്റിച്ചതിനുള്ള കാശ് എനിക്ക് കിട്ടണം, കാശെന്നല്ല പേയ്മെൻറ്റ് എനിക്ക് കിട്ടണം എന്ന് പറയും. അപ്പോൾ പറയും പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ തന്നെ റീഫണ്ടൊന്നും പ്രതീക്ഷിക്കരുതെന്ന് പറയും.
അപ്പോൾ ജയ് പറയും തീർച്ചയായിട്ടും ഞാൻ എന്ത് പേയ്മെൻറ്റ് വേണമെങ്കിൽ തരാം, പക്ഷെ ഒറ്റ കാര്യം മാത്രം, പേയ്മെൻറ്റ് തന്നാൽ അതെങ്ങനെ തന്നാലും സ്വീകരിക്കണം, ആ പേയ്മെൻറ്റ് പിന്നെ റീഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തട്ടെന്ന് പറയും. അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ, എനിക്കിപ്പോഴേ മനസ്സിലായി എന്താ പേയ്മെൻറ്റ് എന്നുള്ളത്. സോ അങ്ങനെ പറഞ്ഞിട്ട് അവർ നമ്മുടെ ജയ് ഭയങ്കര ഹാപ്പി ആയിട്ട് സണ്ണിനെ വെച്ചിരിക്കുകയാണ്. കാരണം ജയ്ക്ക് കളഞ്ഞു പോയ മുതൽ കിട്ടിയ പോലെയാണ്. അങ്ങനെ നമ്മുടെ മാസ്കോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കാജുൻ നീ എന്താ ഇത്രയും ലേറ്റ് ആയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് എന്തായാലും ഈ മാസ്കോട്ട് നിനക്ക് നല്ല ഭംഗിയുണ്ട്, നീ മുമ്പ് ധരിച്ച പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇവൻ പറയും ഞാൻ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ കാജുവിന് വീണ്ടും ഞെട്ടലാണ്. കാരണം നീ അപ്പോൾ ലോൺ മാഫിയയുടെ ആളല്ലായിരുന്നു? അതെ, അത് കഴിഞ്ഞിട്ട് ലോൺ അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ മാസ്കോട്ടായി. അപ്പോൾ കാജുവിന് തന്നെ അവരെക്കുറിച്ച് ഭയങ്കര ഒരു അത്ഭുതം തോന്നുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ചെക്കൻ്റെ ടാറ്റും കാജുൻ കാണുന്നുണ്ട്. കാജുൻ മീനിങ് ചോദിക്കുമ്പോൾ അവൻ അറിയുന്നില്ല. അങ്ങനെ ദെൻ നമ്മുടെ അടുത്ത സീൻ എന്ന് പറയുന്നത് നമ്മുടെ ഫാക്കിൻ, നമ്മുടെ ഫോട്ടോഗ്രാഫറാണ്. ഫാക്കിനാണ് നമ്മുടെ ആരുടെ കോളേജിൽ, സ്കൈയുടെ കോളേജിൽ ക്ലാസ് എടുക്കാൻ വരുന്നത്, ക്യാമറ വെച്ചിട്ട് ഫോട്ടോഗ്രാഫി. അപ്പം നമ്മുടെ ചെക്കനെ അവിടെ വിളിച്ചിരുത്തുകയാണ് ഒന്ന് മോഡലാവാൻ വേണ്ടിയിട്ട്. പക്ഷെ അവന് പെട്ടെന്ന് പേടിയാവുകയാണ്. എന്നിട്ട് അവൻ അവിടെ നിന്ന് വേഗം ഓടി പോകുന്നുണ്ട് ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫാക്കിൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയത്, മുൻപ് ആരെങ്കിലും ഫോട്ടോ എടുത്തപ്പോൾ നിനക്ക് വല്ല ട്രോമ എന്താണോ ചോദിക്കുമ്പോൾ ഇവൻ ചിരിച്ചിട്ട് പറയുന്നുണ്ട് അറിയാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ദെൻ നമ്മുടെ കാജോൺ ഇങ്ങനെ ഫോൺ വിളിക്കുകയാണ് നമ്മുടെ സണ്ണിനെ, നീ എവിടെയാണ്, ഞാൻ നിന്നെ പിക്ക് ചെയ്യണോ ചോദിക്കുമ്പോൾ നമ്മുടെ സൺ പറയുകയാണ് വേണ്ട ഞാൻ കാറിലാണ്, ഞാൻ പോകുന്നു ഡയറക്ടർ ആർദറിൻ്റെ കൂടെ എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് കാജുവൽ പറയും ശരി ശരി ഡയറക്ടർ ആർദറിൻ്റെ കൂടെയല്ലേ. പെട്ടെന്ന് ഡയറക്ടർ ആർദറിൻ്റെ കൂടെയോ, നീ എന്താ പറയുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്കും അവൻ ആകെ ഷോക്കായി, പിന്നെ ഇത്രയും വലിയൊരാളുടെ കൂടെ ഇപ്പം പോവോ അതും പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഫോൺ കോൾ അവിടെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ജയ് ചോദിക്കുകയാണ് നിൻ്റെ മാനേജർ ഭയങ്കര കെയറിങ് ആണല്ലോ, അപ്പോഴത്തേക്കൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ടല്ലോ പോസസീവ്നെസ് ഉണ്ടോ എന്തോ. എന്നിട്ട് പറയും ശരി ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയോ, ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഏതാ ചോദിക്കും. അപ്പോൾ പറയും ബുർജ് ഖലീഫ എന്ന് പറയും. അപ്പോൾ സൺ ചോദിക്കും നീ എന്തിനാ ഇങ്ങനത്തെ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഡയറക്ടർ ആർദർ പറയും അല്ല ഡയറക്ടർ ആർദർ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇഷ്ടമുള്ളൂ പറയും. അപ്പോൾ സൺ പറയും ശരി എവിടേക്കാണ് പോകുന്നത് ചോദിക്കും. അപ്പോൾ പറയും നമ്മൾ ആദ്യം ആലിസ് ഇത് പമ്പിലേക്കാണ് പോകുന്നത്, പക്ഷെ അതിനു മുമ്പ് നമുക്ക് വേറെ സ്ഥലത്ത് ഇറങ്ങണം എന്ന് പറയും. എന്നിട്ടൊരു പാട്ടൊക്കെ കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ ഏതാ ചോദിക്കുമ്പോൾ ഇവർ മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് ഭയങ്കര ഫേമസ് പാട്ടാണ്. അപ്പോൾ നമ്മുടെ ജയ് പറയുന്നുണ്ട് ഓ നീ എന്താണ് നിനക്കൊന്നും അറിയുന്നില്ലല്ലോ, ഇത്രയും വലിയ ഫേമസ് സോങ്സ് ഒന്നും അറിയില്ലേ ചോദിക്കും. എന്നിട്ട് അവർ നേരെ പോകുന്നത് ഒരു സെമിറ്ററിയിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു പൂവൊക്കെ വെക്കുന്നുണ്ട്. ആ പൂ വെക്കുമ്പോൾ ഇവൻ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ അവൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ദെൻ അവിടെ നിന്ന് തിരിച്ചു പോരുന്നു. അപ്പോൾ അവിടെയാണ് ജയയുടെ സീരിയസ് ആയിട്ടുള്ളൊരു ഫേസ് നമ്മൾ കാണുന്നത്. അങ്ങനെ തിരിച്ചു പോരുമ്പോഴത്തേക്കും നമ്മുടെ ഇവൻ ജയ് സണ്ണിനോട് ചോദിക്കുന്നുണ്ട് ശരി അപ്പം എന്തായാലും എൻ്റെ പേയ്മെൻറ്റ് ഞാൻ എന്തായാലും തരണ്ടേ ചോദിച്ചിട്ട് പതുക്കെ അങ്ങനെ അവനെ ക്ലോസ് ആകുമ്പോഴത്തേക്കും അവൻ മാറും സണ്ണ്. അപ്പോൾ പറയും ഇല്ല ഞാൻ എന്ത് രൂപത്തിൽ പേയ്മെൻറ്റ് തന്നാലും നീ സ്വീകരിക്കണം, അതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ജയ് അവനെ കിസ് ചെയ്യാൻ നോക്കുന്നു. സണ്ണാണെങ്കിൽ വളരെ ഒബീഡിയൻ്റ് ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടുപേരും കൂടിയിട്ട് ആലീസിലേക്ക് പോവുകയാണ്. അങ്ങനെ നൈറ്റ് നമ്മുടെ ജയയും സണ്ണും കൂട്ടിയിട്ട് പുറത്ത് ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു തട്ടുകടയുടെ അടുത്താണ്. അപ്പോൾ നമ്മുടെ ജയ് ചോദിക്കുകയാണ് ഇതാണോ നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് നീ കൊണ്ടുവന്ന സ്ഥലം ചോദിക്കും. അപ്പം സൺ പറയും നീലേ പറഞ്ഞ എന്നോട് ചൂസ് ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തത് ഈ സ്ഥലമാണെന്ന് പറയും. അപ്പം അങ്ങനെ നമ്മുടെ ജയ്ക്കാണെങ്കിൽ അവിടെ ഫുഡ് കഴിക്കാൻ ഒന്നും അറിയുന്നില്ല. കാരണം അവൻ വലിയ ഹോട്ടലൊക്കെ കയറി ഫുഡ് കഴിച്ചിട്ടുള്ള ആളല്ലേ. അപ്പം നമ്മുടെ സണ്ണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓരോ സോസ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അവന് ഭയങ്കര സന്തോഷമാകും, നല്ല ഫുഡ് എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും സണ്ണിനാണെങ്കിൽ അവിടെ നിൽക്കുന്ന ചേച്ചി പാചകം ചെയ്യണ കാണുമ്പോഴത്തേക്കും അമ്മേനെ ഓർമ്മ വരും. അങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടിയിട്ട് ആലീസിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് നമ്മുടെ ജയ് സണ്ണിനൊരു ഒരു സ്ക്രിപ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഡ്യൂട്ടി ഇത് പഠിക്കലാണെന്ന് പറയും. എൻ്റെ പേര് ദ മെമ്മറീസ് എന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് പറയും ഇനി അടുത്ത ഡ്രാമയിൽ സണ്ണിയാണ് മെയിൻ ലീഡായിട്ട് വരുന്നത്, സോ അത് ഓർത്തിട്ട് വേണം നീ പഠിക്കാൻ എന്ന് പറയും. അത് നമ്മുടെ സണ്ണിന് ഭയങ്കര ഷോക്കാവും. കാരണം സണ്ണി ലീഡ് ക്യാരക്ടർ ആകാൻ പോവാന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ അവൻ്റെ മുഖത്ത് ആ ഒരു ഭയങ്കര ഒരു റിവെഞ്ച് കാണാനുണ്ട്. ദെൻ അവിടുന്ന് ജയ് ഇറങ്ങി പോവാണ്. ജയ് ഇറങ്ങി പോകുമ്പോൾ ഒരു വല്ലാത്ത രീതിക്കാണ് പോകുന്നത്. അപ്പോൾ സണ്ണ് അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ജയ് പോയി എന്ന് ഉറപ്പ് വരുമ്പോഴത്തേക്കും സണ്ണ് നേരെ ഓടും എവിടേക്കും, നമ്മുടെ സിലോൻ്റെ അടുത്തേക്ക്. ആ ഒരു സിലോ എന്ന് മനസ്സിലായില്ലേ, സില ആ ഒരു കുറച്ച് ക്രേസി മാനില്ലേ, ആ ഓൾഡ് മാൻ അവനാണ് കേട്ടോ. അപ്പോൾ ക്രേസി മാൻ പറയും ഓ നിന്നെ ഞാൻ എത്ര ദിവസമായി വെയിറ്റ് ചെയ്യണം, എന്താ കാണാൻ വരാതിരുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ സൺ പറയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു എന്ന്. അപ്പം നമ്മുടെ ആ മാൻ പറയും ഓ നിന്നെ സെമിറ്ററിയിലേക്കൊക്കെ കൊണ്ടുപോയോ, എങ്ങനെയാണ് നീ അവൻ്റെ ട്രസ്റ്റ് എടുത്തത് ചോദിക്കും. അപ്പോൾ ഇവൻ പറയും ഒരുപക്ഷെ ആ ട്രസ്റ്റ് വന്നത് ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് റിവെഞ്ചിന് വന്നതുകൊണ്ടായിരിക്കും എന്ന് പറയും. അപ്പോൾ അയാൾ പറയും സത്യം പറ, നീ എന്നോടൊപ്പം പറയാത്ത പല കാര്യങ്ങളും ഉണ്ടല്ലേ, എന്തൊക്കെയായിരുന്നു എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ സണ്ണിങ്ങനെ പതുക്കെ കാര്യങ്ങൾ
കാര്യങ്ങൾ പറയാൻ തുടങ്ങണം. അപ്പം അതിന് മുമ്പ് ഈ ഡയറക്ടർ ആർദർ അവനാന്നുള്ള കാര്യം പറയാത്തതിൻ്റെ വിഷമം സണ്ണ് പറയും കേട്ടോ. അപ്പോൾ ഇവൻ പറയും അതിന് കുറച്ച് റീസൺസ് ഉണ്ട്, ഞാനത് പറയാം എന്ന് പറയും. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ സണ്ണിനോട് കഥകൾ പറയാൻ പറയും. അപ്പോൾ സണ്ണ് എല്ലാ കഥകളും പറയും. അവൻ്റെ അമ്മ, ബ്രദർ, അവർക്ക് എന്താണ് സംഭവിച്ചത്, പിന്നെ സണ്ണി ഈ പറയുന്ന സ്വത്തുകൾ കൊണ്ടുപോയത്, സേവിങ്സ്, അങ്ങനെയുള്ള എല്ലാ കഥയും പറയും. അപ്പോഴത്തേക്കും ഇതൊക്കെ കേട്ടിട്ട് പാവം നമ്മുടെ മനുഷ്യൻ കരച്ചിലാണ് കേട്ടോ. അയാൾ ഭയങ്കര പാവമാണ് കേട്ടോ. അവൻ കരഞ്ഞിരിക്കുകയാണേ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പറയും, നീ അപ്പോൾ എങ്ങനെയാണ് ജീവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ ജീവിതകഥകൾ പറയും. കുറേ പണികൾ ചെയ്തതും ലോൺ ഷാർക്കിന് വേണ്ടി ജീവിച്ചതും ഒക്കെ. അങ്ങനെ അതൊക്കെ കൂടി പറയുമ്പോഴത്തേക്ക് ഇയാൾ ഭയങ്കര കരച്ചിലാവും. ഇയാൾ പറയും, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല, എൻ്റെ കണ്ണിൽ പൊടി പോയതാണ്, അലർജിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കേട്ടോ. പാവം മനുഷ്യൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി അയാളെ. അപ്പം നമ്മുടെ ആ ക്രേസി മാം പറയും, നിന്നെ പോലെ തന്നെ ഇൻഡസ്ട്രിയിൽ റിവെഞ്ചിന് വേണ്ടിയിട്ടാണ് ജയം നിൽക്കുന്നതെന്ന് പറയും. അതാണ് അടുത്ത വലിയൊരു ട്വിസ്റ്റ്. അയാൾ ചോദിക്കും സണ്ണിനോട്, നിനക്കറിയോ ഈ ഡ്രീമിൻ്റെ ഓണർ ആരായിരുന്നു എന്ന് ചോദിക്കും. എന്നിട്ട് ഒരു ഫ്ലാഷ് ബാക്കിൽ പോവാണ്. ഒരു ലേഡി അവിടെ ഡ്രീം ഇൻഡസ്ട്രീസ് ഇനോഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ജയുടെ അമ്മ. അപ്പം നമുക്ക് മനസ്സിലായ ആളാണ് അതിൻ്റെ ഓണർ എന്നുള്ളത്. എന്നിട്ട് പറയാണ്, ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യവും നീ ഒരിക്കലും ജയനോട് പറയരുതെന്ന് പറയും. അങ്ങനെ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞതെന്നുള്ളത് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് സൺ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു കാറ് വന്ന് നിർത്തുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് വീഴുമ്പോഴത്തേക്കും ആ ബോഡി ഗാർഡ്സ് വന്നിട്ട്, നിനക്ക് എന്താണ് ധൈര്യം, നീ ആരുടെ കാറിന് മുമ്പിൽ വീണേന്ന് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചിട്ട് അവനെ ഒന്ന് തല്ലാൻ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിൽ ഒരാൾ ഇറങ്ങിയിട്ട് പറയും, വേണ്ട, അവനെ ഒന്നും ചെയ്യണ്ട എന്ന് പറയും. അപ്പോൾ ഇയാൾ ഒരു വില്ലനാന്ന് മനസ്സിലായി, ഇതിലത്തെ ഏറ്റവും മെയിൻ വില്ലനാന്ന് മനസ്സിലായി. നമ്മുടെ സണ്ണാണെങ്കിൽ അവനെ നോക്കി നിൽക്കുന്നുണ്ട്. അയാളും സണ്ണിനെ ഒന്ന് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത് ഭയങ്കര സസ്പെൻസാണ്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ ഒരു ഡ്രാമ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് ഇവിടെ രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സോ ബൈ. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത വീക്ക് കാണാം. താങ്ക്